ഹലോ അസ്സാം വലൈക്കും. വാഹിസ് മേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പം ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് ദാൽ റൊട്ടിയുടെ റെസിപ്പിയാണ് കേട്ടോ. എല്ലാവർക്കും ഒരു വെറൈറ്റി ആയിട്ട് തന്നെ ഉണ്ടാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നിങ്ങൾ ഈ പരിപ്പറിയാണെന്ന് വിചാരിക്കരുത്, പരിപ്പറിയാണെന്ന്. പരിപ്പറിയല്ല, ദാൽ വെച്ചിട്ട് നമുക്ക് റൊട്ടി ഉണ്ടാക്കാം, ചപ്പാത്തി. അപ്പം അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാമല്ലോ. നമുക്കതിന് വേണ്ടിയിട്ട് അപ്പം ചപ്പാത്തി കുഴക്കാനുള്ള മാവ് എടുക്കാം. ഇതാ 1 കപ്പ് മാവാണ് ഞാൻ എടുത്തേക്കുന്നത്. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂണ് മുളക് പൊടി, കാൽ ടീസ്പൂണ് ഇച്ചിരി മല്ലിപ്പൊടിൻ്റെ, ആവശ്യത്തിന് ഉപ്പ്, 2 പച്ചമുളക്, മല്ലിച്ചീര. ഇനി നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ്, മെയിൻ സാധനം ഇട്ട് കൊടുക്കാം. പരിപ്പ് വേവിച്ചതാണ് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് പതുക്കെ കുഴക്കാം കേട്ടോ. പതുക്കെ ഇതിങ്ങനെ ഇതുപോലൊക്കെ നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ. നമുക്ക് രാത്രിയിലൊക്കെ ചിലപ്പോൾ പരിപ്പറി ഉണ്ടാക്കുമ്പോൾ ബാക്കിയാവില്ലേ, അതൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് വെച്ചാൽ മതി. ഇത് ഞാനിപ്പോൾ ഇത് ഇന്നലെ പരിപ്പും പച്ചക്കായും കൂടിയും ഉള്ളിമുളക് ഇടാനായിട്ട് എടുത്തപ്പോൾ പരിപ്പ് കൂടിപ്പോയി. അപ്പോൾ അതിൻ്റെ ബാക്കി ഞാൻ പരിപ്പിനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ അതാണ് ഇപ്പോൾ എടുത്ത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിനി ഇത് ചപ്പാത്തിക്ക് കുഴക്കണ പോലൊക്കെ നമുക്കിത് കുഴച്ചെടുക്കാം. ഇതുപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ചപ്പാത്തിക്ക് കുഴക്കണ പോലൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങനെ പരത്തിയെടുക്കാം. അപ്പോൾ ഇതാണ് ദാൽ റൊട്ടിൻ്റെ റെസിപ്പി. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതേപോലെയുള്ള വീഡിയോകൾ നമുക്ക് ഇനി ഇടാം. പിന്നെ ഇതിങ്ങനെ ഇതുപോലെ തന്നെ മറിച്ച് വിട്ടിട്ട് വേണം, നമ്മൾ ചപ്പാത്തി ഇങ്ങനെ ചുട്ടെടുക്കുക. അതേപോലെ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. ഞാൻ ഇതിന് മുന്നേ ആലു ക പറാഠയുടെ റെസിപ്പിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ കാണാം. അതേപോലെ തന്നെയാണ് ഇതും. നമുക്ക് ബാക്കി വന്ന കറിയും പരിപ്പറിയും ഇതാവില്ല, വേസ്റ്റ് ആവില്ല. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ രാവിലത്തേക്കും കൂടി കഴിക്കണം. അല്ലെങ്കിൽ ചിലവർ രാവിലെ ആ കറി തന്നെ കൂട്ടാൻ മടിക്കുന്നവരുണ്ടാവും. അപ്പം അതിന് പകരം ഇതുപോലൊക്കെ ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ പിള്ളേരാണെങ്കിലും മുതിർന്നവരാണെങ്കിലും സോസിൻ്റെ കൂടെയും കട്ടത്തൈരിൻ്റെ കൂടെയൊക്കെ കഴിച്ചോളും. അപ്പോൾ നമ്മുടെ ചപ്പാത്തികൾ ഇതേപോലൊക്കെ ഓരോന്ന് നമുക്ക് ചുട്ടെടുക്കാം. ഇത്രയും ഉള്ളൂ എൻ്റെ വീഡിയോ. ദാൽ റൊട്ടി റെസിപ്പി ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ, താങ്ക് യു.